ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിന്റെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണത് മാധവിനെയാണ് കേട്ടോ. മാധവ് ആകെ ബഹളം ഉണ്ടാക്കുമ്പോൾ ഡോക്ടർ ഒരു മെഡിസിൻ മാധവിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. മാധവ്, ഇത് കഴിക്കേ, മനസ്സിന് കുറച്ച് സമാധാനം കിട്ടും, നല്ല ഉറക്കം കിട്ടും, ഇത് കഴിക്കേ എന്ന് പറയാണ്. ഡോക്ടർ, ഇനി ആ സ്ത്രീനെ എന്റെ റൂമിലേക്ക് പറഞ്ഞു വിടില്ലേ ഡോക്ടർ? ഇല്ല, പറഞ്ഞു വിടില്ല. മാധവ് ഇത് കഴിക്കേ എന്ന് പറഞ്ഞിട്ട് മരുന്ന് കൊടുക്കുകയാണ്. മാധവ് ആ മരുന്ന് കഴിക്കുന്നതിന് ശേഷം പൊതച്ചു മുടി ഇങ്ങനെ കിടക്കുവാട്ടോ, വിറച്ച്. ഡോക്ടർ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഡോക്ടർ പോയി കഴിയുമ്പോൾ അശ്വിത അങ്ങോട്ടേക്ക് വരുവാണ്. മാധവ് 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 എന്ന് വിളിക്കുമ്പോ മാധവ് പതുക്കെ കണ്ണുറക്കുന്നുണ്ട്. ആ മാധവ് ഉറങ്ങുമായിരുന്നോ? ആ കിടക്കുമായിരുന്നു. എടുത്തി ലയ എവിടെ എന്ന് ചോദിക്കാണ്. ലയ കുറച്ചു മുമ്പ് അമ്മ ഇവിടെ വന്നിരുന്നു. അമ്മ വന്നിട്ട് ഒരുന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോ അവള് പേടിച്ച് അവളെ വീട്ടിലേക്ക് പോയി കാണും. മാധവ്, നീ ഇങ്ങനെയൊന്നും പറയില്ലേ? നിനക്ക് ഇപ്പോഴും ലയനെ മനസ്സിലായിട്ടില്ലേ? ഏതൊക്കെ സാഹചര്യത്തിൽ നിന്റെ കൂടെ നിൽക്കുന്ന പെണ്ണ ലയ. അത് അങ്ങനത്തെ ഭാര്യനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണോടാ. അല്ലെങ്കിൽ സാധാരണ വല്ല പെണ്ണുങ്ങളാണെങ്കിലേ ഈ ഒരു സാഹചര്യം കാണുമ്പോൾ ഇട്ടേച്ചു പോകും. പക്ഷെ അവളെന്ന് നിന്നെ ഇട്ടേച്ചു പോകാത്തത് കാരണം അവൾക്ക് നിന്നെ അത്രമാത്രം ഇഷ്ടമാണ്, സ്നേഹമാണ്. എടാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവം നല്ല പഠിപ്പും വിവരവും തന്നിട്ടുണ്ട്, സൗന്ദര്യം തന്നിട്ടുണ്ട്, ജീവിക്കാൻ നല്ല സാഹചര്യം ഒരുക്കി തന്നിട്ടുണ്ട്. പിന്നെ എന്താടാ നിങ്ങളത് യൂസ് ചെയ്യാത്തത്? അതിനെക്കുറിച്ച് നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? പിന്നെ അമ്മയുടെ കപടമൊക്കെ ലയക്ക് ഇപ്പൊ നന്നായിട്ട് മനസ്സിലായി. അവള് നിന്നെ മാത്രം സ്നേഹിക്കുന്ന നിന്റെ ഭാര്യയാണ്. നീ അവളെ കുറച്ചെങ്കിലും മനസ്സിലാക്കുക. നീ അവളെ മനസ്സിലാക്കേണ്ടി മാറാൻ ശ്രമിക്കും മാധവേ. കാരണം അങ്ങനത്തെ ഒരു ഭാര്യനെ പെട്ടെന്നാർക്കും കിട്ടത്തില്ല. അവള് നിന്റെ ഭാഗ്യമാണ്. അത് നീ മനസ്സിലാക്കുന്നത് എപ്പോഴാണോ അപ്പൊ നിന്റെ അസുഖം മാറും എന്ന് പറഞ്ഞിട്ട് അശ്വിത അവിടുന്ന് പോവാണ്. അത് കേൾക്കുമ്പോൾ മാധവന് വല്ലാത്തൊരു ബുദ്ധിമുട്ടും ഇതൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ശരിയാണെന്നൊരു രീതി മാധവനും തോന്നുന്നുണ്ട്. അങ്ങനെ അശ്വിത അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും ലയ വരുന്നത് കാണുന്നുണ്ട് കേട്ടോ. ആഹാ, നീ ഇത് എവിടെ പോയതായിരുന്നു? ആ, മാധവ് ഉറങ്ങുന്നത് കണ്ടപ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്യാന്റീനിൽ പോയ എടുത്തി പോന്നു. ആ, ഞാനിപ്പോ വന്നേ ഉള്ളൂ, ഒന്നും പറയണ്ട. ഞാൻ വന്ന് മാധവിന്റെ റൂമിൽ കയറുന്ന മുമ്പ് വേറൊരു സംഭവം അവിടെ ഉണ്ടായി. എന്താ എടുത്തി? അമ്മ വന്നിരുന്നു. മാധവ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി, അമ്മേനെ ഗെറ്റ് ഔട്ട് അടിച്ചു. ആ സ്ത്രീയുടെ ഒരു കാര്യം എന്നിങ്ങനെ പറയാണ് ലയ. അപ്പൊ ഇതെല്ലാം കേട്ടുകൊണ്ട് മനസ്സിനെ ആ വാദിക്കൽ ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. ലയ പറയുന്നുണ്ട്, ആ മാധവിനാണെങ്കിൽ ഇപ്പൊ കുറച്ച് മാറ്റങ്ങൾ വന്ന് തുടങ്ങുമായിരുന്നു. ആ സ്ത്രീ അത് നശിപ്പിച്ചെടുക്കും. എടുത്തിക്കറിയാലോ, ഈ സമയത്ത് അങ്ങനെ മാധവിന് പ്രഷറും കാര്യങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല. എനിക്കറിയാലേ. അമ്മ വന്നിട്ട് മാധവ് ഒരുപാട് വഴക്ക് പറഞ്ഞത്. പിന്നെ ഡോക്ടറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി അമ്മ വന്ന മാധവിനെ കാണിക്കണ്ടെന്ന്. ഇത് കേട്ടിട്ട് മനസ്സിനെ അങ്ങോട്ടേക്ക് വരണ. ആഹാ, കൊള്ളായോടെ, ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒന്നായോ? എന്റെ മോന് എന്നെ കാണിക്കണമെന്ന് പറയാൻ നീ ആരാടി എന്ന് അശ്വിത അടുത്ത് ചോദിക്കാന്. അശ്വിത പറയണ്ട്, അല്ല ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിങ്ങളൊന്നും ചെയ്തില്ലെന്ന് മട്ടില്ല. നിങ്ങളുടെ സ്വഭാവം വല്ലാത്തൊരു രീതി തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ സാധിക്കുന്നു അമ്മേ? അകത്ത് കിടക്കുന്നത് നിങ്ങളുടെ മോൻ തന്നെയല്ലേ? നിങ്ങളുടെ മോൻ ഈ അവസ്ഥയൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് ഒരു വിഷമം പോലെയില്ലേ? കണ്ടിരിക്കുന്ന എനിക്ക് പോലും നെഞ്ചു പെടയുന്നു. എന്നിട്ട് പ്രസവിച്ച് നിങ്ങൾക്ക് ഒരു വിഷമം തോന്നണില്ലേ? എടി നീ അങ്ങനെ പേട്ട് കയറി പോകണ്ട. ഇതിനെല്ലാത്തിനും കാരണം നീ ആടി. നീ എപ്പ എന്റെ കുടുംബത്തിലേക്ക് വലതുകാലം വെച്ച് കയറിയോ അന്ന് തുടങ്ങി എന്റെ കുടുംബത്തിലെ കഷ്ടകാലം എന്ന് പറയാണ് മനസ്സിനെ. ഞാൻ നിങ്ങളുടെ കുടുംബത്തിലേക്ക് എന്ത് ചെയ്തെന്നാ പറയണത് എന്ന് പറയുമ്പോഴേക്കും ലയ പറയുന്നുണ്ട്, ഏടത്തി എന്താ അമ്മ ചെയ്തത്? ഏടത്തി ഒന്നും ചെയ്തിട്ടില്ല. ഇവളൊന്നും ചെയ്തിട്ടില്ലെന്നേ. ഇവള് കാണുവാണ്, ഇവളുടെ അനിയത്തി കാണണോ മാധവന് ഈ അവസ്ഥ വന്നത്. ലയ പറയുന്നുണ്ട്, ഇഷിത കാണോ? അമ്മക്ക് എങ്ങനെയാ ഇങ്ങനെ പറയാന്നുള്ളത്? ഇഷിത ഈ കാര്യത്തിൽ എന്ത് തെറ്റാ ചെയ്തത്? അവള് മാധവിനെ പ്രണയിച്ചു, നിങ്ങളുടെ മകനും അവനെ പ്രണയിച്ചു. പക്ഷെ അവൾക്ക് അറിയില്ലായിരുന്നല്ലോ നിങ്ങളുടെ മകൻ അമ്മയുടെ വാലി തൂങ്ങിയായിരുന്നു എന്ന്. അങ്ങനെ നിങ്ങൾ ഒരു കഥ ഉണ്ടാക്കി, ഒരു പെണ്ണിനെ കുറിച്ച് ഒരിക്കലും പറയാൻ പാടാത്ത ഒരു കഥ അവള് പ്രസവിക്കില്ലെന്ന്. കതിർ മണ്ഡപത്തിൽ അവള് പ്രസവിക്കാത്ത പെണ്ണിനെ വേണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മകനല്ലേ അവളെ ഉപേക്ഷിച്ചത്. അവൾ ആ സമയത്ത് ശരി, അവനെ വേണ്ടെങ്കിൽ എനിക്ക് എന്തിനാന്ന് പറഞ്ഞിട്ട് താലി ഊരി കൊടുത്തു പോയി. അല്ലാതെ ഇഷിത എന്ത് തെറ്റാ ചെയ്തത്? ഇപ്പൊ ഇഷിത മാന്യം മര്യാദയൊക്കെ ജീവിക്കും. നിങ്ങളാണ് എല്ലാത്തിനും നശിപ്പിച്ചത്. നിങ്ങളുടെ കുടുംബം നശിപ്പിച്ചത്, നിങ്ങളുടെ മകന്റെ ജീവിതം നശിപ്പിച്ചത്, എല്ലാം നശിപ്പിച്ചത് നിങ്ങളാണ്. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ നിങ്ങളുടെ മോനെ കാണാൻ വേണ്ടി വരരുത്. മാധവ് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ജീവിച്ചോട്ടെ. എടി, നിന്റെ കുഞ്ഞെ കൊന്നത് അവളാ, ഇഷിത. ആര് പറഞ്ഞു? എനിക്ക് അങ്ങനെ ഇപ്പൊ തോന്നുന്നില്ല. ഇഷിത ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എനിക്കിപ്പോ നല്ല വിശ്വാസമുണ്ട്. പിന്നെ നിന്റെ ഗർഭിണിയാവാനുള്ള കഴിവ് നശിപ്പിച്ചത് അവളാടി എന്ന് പറയാണ് മനസ്സിന്. നിങ്ങളുടെ ആര് പറഞ്ഞു? ഞാനേ അവസാനം 2 ഡോക്ടർമാരെ കണ്ടു. 2 ഡോക്ടർമാരെ എന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞതേ എനിക്കൊരു കുഴപ്പമില്ലെന്നാണ്. പിന്നെ നീ എന്താണ് പെറാത്തത് എന്ന് മനസ്സിന് ചോദിക്കുമ്പോ ലയ പറയുന്നുണ്ട്, അതെ, നിങ്ങളുടെ തെറ്റുകൊണ്ടാ ഞാൻ പ്രസവിക്കാത്തത്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് എപ്പോ ഞാൻ നിങ്ങളുടെ മോനായിട്ട് മാറുന്നു, അല്ലെങ്കിൽ നിങ്ങളെപ്പോ ഞങ്ങളുടെ അടുത്തുനിന്ന് മാറുന്നു, അന്നേ ഞാൻ ഗർഭിണിയാവുള്ളൂ. ദൈവം വിചാരിച്ചു കാണുമായിരിക്കും നിങ്ങളെ എന്റെ കുഞ്ഞിനെ കാണിക്കരുതെന്ന്. അതുകൊണ്ടാ ദൈവം ഇപ്പൊ എനിക്കൊരു കുഞ്ഞിന് തരാത്തത്. പക്ഷെ നിങ്ങളെന്ന് പറഞ്ഞ ശകുനം എപ്പോ പോന്നോ അന്ന് ഞാൻ പ്രസവിക്കും. എനിക്കിപ്പോ തോന്നുന്നുണ്ട്, എടുത്തി വാ എന്ന് പറഞ്ഞിട്ട് അശ്വിതനെ വിളിച്ചോണ്ട് നമ്മുടെ ലയ അപ്പുറത്തേക്ക് പോകട്ടെ. മനസ്സിനിക്ക് ഒരു അടി കിട്ടിയ പോലെ തന്നെ തോന്നുവാണ്. മനസ്സിന് രണ്ടിനും വെച്ചിട്ടുണ്ട് ഞാൻ എന്ന രീതിയിൽ ഇങ്ങനെ പിറുപിറുത്തോണ്ട് ആ ഹോസ്പിറ്റലിൽ ഇങ്ങനെ അവരെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് രചനയാണ് കേട്ടോ. രചന
പതുക്കെ നടന്ന് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും വാതിക്കൽ ഒരു ഡെഡ് ബോഡി വെച്ച പോലെ തോന്നുവാണ്. രചന അടുത്തേക്ക് പോയിട്ട് ആ ഡെഡ് ബോഡിയുടെ മുഖം എങ്ങനെ തുണി മാറ്റുമ്പോഴേക്കും ഞെട്ടിപ്പോവാണ്. അത് സുമിയാണ് കേട്ടോ. സുമിയുടെ മൂക്കിന്ന് വായന്നൊക്കെ ബ്ലഡ് വരുന്നുണ്ട്. സുമി മരിച്ച് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് തലയിലെ കെട്ടൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുക കേട്ടോ. അത് കാണുമ്പോൾ രചന പേടിച്ച് സുമി സുമി അയ്യോ എന്റെ സുമി 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 എന്ന് പറഞ്ഞ് നെട്ടിക്കേട്ട് സുമീനെ ആരോ കൊന്നു, സുമി മരിച്ചു എന്ന് പറഞ്ഞ് നെട്ടിപ്പിടിച്ച് കരയുവാണ്. അത് രചന കണ്ടൊരു സ്വപ്നം കേട്ടോ. സ്വപ്നത്തിൽ നിന്ന് പെട്ടെന്ന് ചാടി എഴുന്നിട്ട് രചന കരയാണ്. ആകാശപ്പെട്ടത് അത് കേട്ടിട്ട് ഈശ്വര സുമിയോ എന്ന് പറഞ്ഞിട്ട് വേഗം ലൈറ്റ് ഇടാണ്. രചന രചന എന്തൊക്കെയാ നീ പറയണത്? സുമി സുമി മരിച്ചു ആകാശ്, ആരും അവളെ കൊന്നു. അയ്യോ നിന്റെ ഒരു കാര്യം, ഇത് നമ്മുടെ ബെഡ്റൂമാ, അവൾ ആരും മരിച്ചിട്ടൊന്നുമില്ല, അവളവിടെ സുഖമായിട്ട് അവളുടെ കാമുകനെയും കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ടാകും. അപ്പോ ഞാൻ കണ്ട സ്വപ്നമായിരുന്നോ? അതെ, പക്ഷെ ആകാശിനെ ശരിക്കും കണ്ടു, അവള് മരിച്ചു, അവളുടെ വായിന്ന് മൂക്കിന്നൊക്കെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു, അവള് മരിച്ചു എന്ന് തന്നെ ആകാശ് എനിക്ക് തോന്നുന്നത്. എടോ താന്ന് വെറുതെ ഇരിക്കുന്നത് നമ്മുടെ ബെഡ്റൂമാ, അവൾക്കൊന്നും സംഭവിച്ചു കാണില്ല. പിന്നെ താൻ വിളിച്ചിട്ട് കിട്ടാത്തതിനെ കാണേ അവൾ നമ്പർ മാറ്റി കാണുമായിരിക്കും, അതാ. എന്നാലും എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ, അവൾക്ക് എന്ത് സംഭവിച്ചു എന്റെ മനസ്സ് പറയുന്നു. എടോ ഒന്നും സംഭവിച്ചിട്ടില്ല, അവൾക്ക് പിടിച്ചു നിൽക്കാൻ നല്ല കഴിവുള്ള പെണ്ണ, അവൾക്കൊരു കുഴപ്പമില്ല, താൻ കിടന്നുറങ്ങ് എന്ന് പറയാണ്. അങ്ങനെ രചന കിടക്കുന്നുണ്ട്. ആ സമയത്ത് രചന കിടന്നപ്പോഴേക്ക് ആകാശിനാകെ ഒരു ടെൻഷൻ ആവാട്ടോ. ഇനി ഡെഡ് ബോഡി എങ്ങാനും പൊങ്ങിക്കാണോ എന്ന് ആകാശ് വിചാരിക്കാണ്. രാവിലെ തന്നെ ആകാശ് ആ ഒരു പാറമലയിലേക്ക് പോവാണ്. അവിടെ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്. ഇല്ല, ഡെഡ് ബോഡി ഒന്നും പൊങ്ങിയിട്ടില്ല. അപ്പോ രചനയുടെ സ്വപ്നം ഫലിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ആകാശ് ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുമ്പോ അവിടെയൊക്കെ ഒരു നാട്ടുകാരൻ വരുവാണ്. അതെ, നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്? ഈ സ്ഥലം അത്ര നല്ല സ്ഥലമൊന്നും അല്ല, കുറച്ച് പെശകുള്ള സ്ഥലമാണ്. അല്ല, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? അത് ഞാനിവിടെ ഒരു ലൊക്കേഷന് വേണ്ടി വന്നതാണ്. ഷൂട്ടിംഗ് ലൊക്കേഷന്? ഷൂട്ടിംഗ് ലൊക്കേഷനോ? ഡയറക്ടറാണോ? ആ, നിർമ്മാതാവാണ്. ഈ ലൊക്കേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരു തമിഴ് സിനിമ എടുക്കാനാ. ആണോ? എപ്പോഴാ സാറേ ഷൂട്ടിംഗ് തുടങ്ങുന്നത്? ഉടനെ തന്നെ ഉണ്ടാകും. അല്ല, ഈ പാറമടക്ക് നല്ല ആഴമുണ്ടോ? പിന്നെ നല്ല ആഴമുണ്ട്, 19 അടി ആഴമുണ്ട്. എങ്ങാനും എന്തെങ്കിലും പോയി കഴിഞ്ഞാലുണ്ടല്ലോ തിരിച്ചു പോലും കിട്ടില്ല. ഓ അങ്ങനെയാണല്ലേ, ശരി എന്നാ. ആ ശരി സാറേ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോവാണ്. ആകാശിന് സമാധാനമാണ്. അപ്പൊ ഒരിക്കലും സുമി തിരിച്ചുവല്ല, അവള് വെള്ളത്തിന്റെ തണുപ്പിൽ ഇങ്ങനെ മാറോട് ചേർന്ന് കിടക്കേണ്ട തണുപ്പില് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ആകാശം അവിടുന്ന് പോകാണ്. പിന്നീട് കാണിക്കുന്നത് ആദീനെയും അതുപോലെ ഒരു ചിപ്പീനെയാണ്. ആദ്യ ചിപ്പിയുടെ അടുത്ത് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. ആ സമയത്ത് ആദ്യം പറയണ്ടേ, എനിക്ക് അതല്ല ചിപ്പി, ഞാൻ ഇതൊക്കെ പറഞ്ഞപ്പോ എന്നോട് ഡാഡി പറഞ്ഞത് അതിലൊന്നും ഇടപെടേണ്ട, കുഞ്ഞു പിള്ളേര് അതിലൊന്നും ഇടപെടേണ്ടതാണ്. ആ ഡാഡി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ കേൾക്കണതല്ലേ ആദ്യമായിട്ട് നല്ലത്. അല്ല, എനിക്ക് എന്തോ സംശയം പോലെ ആകാശങ്ങൾ എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ടുണ്ട്. അയാൾ എന്തെങ്കിലും ചെയ്യട്ടെ, നമുക്ക് അതിലിടപെടേണ്ട. ഡാഡി പറഞ്ഞതിന് ശരി, അയാളുടെ കാര്യത്തിലൊന്നും നമ്മൾ ഇടപെടാതിരിക്കണത് ആദ്യമായിട്ട് നല്ലത്. ശരിയായിരിക്കും, പക്ഷെ ഡാഡിക്ക് എന്തൊക്കെയോ സംശയമുണ്ട്, അതുകൊണ്ട് ഡാഡി എടുത്ത് അതിലൊന്നും ഇടപെടണ്ടെന്ന് പറഞ്ഞത്. എന്തായാലും ആകാശങ്ങൾ എന്തെങ്കിലും ചെയ്യട്ടെ, കുറച്ചു ദിവസം കഴിയുമ്പോഴേക്കും ആദ്യം ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമല്ലോ, പിന്നെ ഇതൊന്നും ഒരു പ്രശ്നേ അല്ല എന്നൊക്കെ ചിപ്പിയും പറയാണ്. ആദ്യം ശരി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ഇഷിതേനെയാണ്. ഇഷിത ആകെ ടെൻഷനായിട്ട് ഞാൻ നിൽക്കാണ്. മഞ്ജു പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവിടേക്ക് മഹേഷ് വരുന്നുണ്ട്. എടോ ഇത് കഴിക്ക്, എനിക്ക് വേണ്ട മഹേഷ്, എനിക്ക് വിശപ്പില്ല. എടോ ഈ സമയത്ത് ഗർഭിണികൾക്ക് വിശപ്പില്ലെന്ന് തോന്നും, ഛർദിക്കാൻ വരും, അങ്ങനെ പല ബുദ്ധിമുട്ടുണ്ടാവും. അത് തനിക്ക് മാത്രം, ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിന് നല്ല വിശപ്പുണ്ടാവും, താൻ എന്താ അത് ആലോചിക്കാത്തത്? ഇത് കഴിച്ചേ മഹേഷ്, എനിക്ക് വേണ്ടാനിട്ടാ. ഒരു ഡോക്ടറായി തനിക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണോന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടമാട്ടോ, താനിത് കഴിക്ക്. മഹേഷ് ഞാനൊരു കാര്യം പറഞ്ഞ മഹേഷ് പ്രശ്നം ഉണ്ടാക്കോ? ആ അത് കാര്യം കേട്ടിട്ട് പറയാ. മഹേഷ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? എന്താടോ പറ. അതെ, മഞ്ജുമ ചേച്ചി എന്നോടൊരു കാര്യം പറഞ്ഞു. എന്ത് കാര്യം? അല്ല, നമുക്കൊരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ചിപ്പിയെടുത്തുള്ള സ്നേഹം കുറയോന്ന് ആദിക്ക് നല്ല പേടിയുണ്ടെന്ന്. എന്നിട്ട് തന്റെ അടുത്ത് മഞ്ജുമ ചേച്ചി പറഞ്ഞു. ബെസ്റ്റ്. എടോ ആദിക്ക് മഞ്ജുമ ചേച്ചിയുടെ കണ്ണെടുത്താ കണ്ടുടാ, മഞ്ജുമ ചേച്ചിക്കും അങ്ങനെ തന്നെയാണ്, അത് എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ. അല്ല, ഇത് മഞ്ജുമ ചേച്ചി ആദ്യം പറഞ്ഞ കാര്യമല്ല, രചന മഞ്ജുമ ചേച്ചി പറഞ്ഞ കാര്യമോ? എടോ ആദ്യം അങ്ങനെ പറയുന്നത് തനിക്ക് തോന്നുന്നുണ്ടോ? ആദ്യം ഒരിക്കലും അങ്ങനെ പറയില്ല. അത് മഹേഷ് പറഞ്ഞ ശരിയാ, അവന്റെ പ്രായത്തിനേക്കാളും പക്വത ഉണ്ടാവനാ. അവൻ മുൻപിൽ നിന്ന് സംസാരിക്കുമ്പോഴേ വലിയ ഏതോ ആൾക്കാർ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. മഹേഷിന്റെ ഭാഗ്യ ആദ്യം. അതെ, നമ്മുടെ ഭാഗ്യോടെ നമ്മുടെ കുട്ടികൾ നല്ല പക്വതയുള്ള നല്ല മിടുക്കൻ കുട്ടികളെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ മഹേഷ് പറയുമ്പോ നമ്മുടെ ഇഷിത വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഇഷിതനെ ഒന്ന് തട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇഷിത കുഞ്ഞ് കിക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയില് മാധവ് നമ്മുടെ ലയയുടെ നല്ല മനസ്സ് തിരിച്ചറിയുന്നുണ്ട്. മാധവ് ലയയായിട്ട് ഭയങ്കര സ്നേഹത്തിലൊക്കെ ആകുവാട്ടോ. ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സുമീനെ അന്വേഷിച്ച് സുമിയുടെ ഒരു അമ്മാവൻ വരുന്നുണ്ട്. ആകാശ് അയാളെ പണം കൊടുത്ത് ഒതുക്കുവാണ്. അത് ആദ്യം കാണുന്നുണ്ട്. ആ ഒരു ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.